വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രധാന പ്രതികളിൽ ഒരാൾ അറസ്റ്റിലായി. പാലക്കാട് സ്വദേശി അഖിൽ ആണ് ഇന്ന് പോലീസിന്റെ പിടിയിലായത്. ഗൂഢാലോചനയിലും മർദ്ദനത്തിലും അഖിലിന് നേരിട്ട് പങ്കുണ്ട്. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇതോടെ 7 ആയി. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ. അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും വിദ്യാർത്ഥി നേരിട്ടത് ക്രൂരമായ മർദ്ദനമെന്ന് പോലീസ് കണ്ടെത്തുന്നു. സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട മർദ്ദനത്തിനിരയാക്കിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇതിനായി അഖിലും മറ്റു പ്രതികളും ഗൂഢാലോചന നടത്തി. ആൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു. ഈ സമയം സഹപാഠികൾ ഉൾപ്പെടെ 130ഓളം ആളുകൾ ഇത് നോക്കി നിന്നു. ക്രൂരമർദ്ദനവും ആരും സഹായിക്കാത്തതിന്റെ മനോവിഷമവും സിദ്ധാർത്ഥിനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു 11 പ്രതികളെയാണ് ഇനി കിട്ടാനുള്ളത്. സൂചനകൾ ഉണ്ട്, പല സൂചനകളും ഉണ്ട്. ലുക്കൌട്ട് നോട്ടീസിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതൊരു ഹോസ്റ്റലാണ്. അപ്പോൾ ഹോസ്റ്റലിൽ പ്രത്യേകിച്ച് അവിടെ അന്തേവാസികളായ ആൾക്കാരാണ്. അവർ പ്രത്യേക വേറെ എവിടുന്ന് സംഘടിച്ച് വന്നൊന്നുമല്ല. അവിടെ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന കുട്ടികൾ തന്നെയാണ്. കുറ്റക്കാർ ആരും രക്ഷപ്പെടരുതെന്ന് സിദ്ധാർത്ഥിന്റെ കുടുംബം. 12 പേരോ 15 പേരോ 25 പേരോ അല്ല ഇതിലുള്ളത്. ഇതിലൊരു നല്ലൊരു ടീം അവിടെ ഉണ്ട്. അവരെന്നെ അവിടെ പഠിക്കരുത്, അവിടെ അല്ല അവർ പഠിക്കരുത്. അവർ പഠിച്ച് ഭാവിയിലെ പിള്ളേർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ആകെ 18 പ്രതികളുള്ള കേസിൽ 7 പേരാണ് ഇതുവരെ പിടിയിലായത്. SFI യൂണിറ്റ് സെക്രട്ടറി, കോളേജ് യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെ 11 പ്രതികളെ ഇനിയും കണ്ടെത്താനുണ്ട്. പ്രതികളിൽ ഒരാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോലീസ് തീരുമാനിച്ചു. കേസിൽ പ്രതികളായവരെ SFI പുറത്താക്കി. സർവകലാശാലയ്ക്ക് മുന്നിൽ സമരപ്പന്തലുകൾ ഉയർന്നു കഴിഞ്ഞു. മുഴുവൻ പ്രതികളെയും പിടികൂടുന്നതുവരെ സമരം തുടരാനാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. റിബിൻ ജോൺ ബാലേരിക്കൊപ്പം അരുൺ പാറക്കൽ, 24 വയനാട്. ഇത് വലിയ ആയുധമാക്കുന്നുണ്ട് പ്രതിപക്ഷം. ഇപ്പോൾ പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതികളായ SFI പ്രവർത്തകരെ പോലീസ് സംരക്ഷിക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പ്രതികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി P. രാജീവ് അറിയിച്ചു. സർവകലാശാലയ്ക്ക് മുന്നിൽ KSUവും ABVPയും സമരം തുടങ്ങി. പ്രതികളായ SFIക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പോലീസ് വിമുഖത കാണിക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഇതുവരെ കാണാത്ത സമരമുഖത്തേക്ക് കടക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കൃത്യമായ നടപടികൾ സ്വീകരിച്ച് കുറ്റവാളികൾക്കെതിരായി നടപടിയെടുത്തില്ലെങ്കിൽ കേരളം മുഴുവനായ വ്യാപകമായ സമരത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കും. നടന്നത് മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ക്യാമ്പസിൽ ഭരിക്കുന്ന കക്ഷി അവരുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഇതിനകത്ത് പ്രതികളാണ് എന്ന് പറയുമ്പോൾ ക്യാമ്പസുകളിൽ നടക്കുന്നത് എന്തുതരം രാഷ്ട്രീയമാണ്? മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി P. രാജീവ് പ്രതികരിച്ചു. ഇതിനകത്ത് ഏത് സംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിലും തെറ്റായ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചാൽ മുഖം നോക്കാതെ സർക്കാർ നിലപാട് സ്വീകരിക്കും. SFI കുറ്റവാളികളെ സംരക്ഷിക്കില്ലെന്ന് EP ജയരാജൻ. ആര് പ്രതിപ്പട്ടികയിലുണ്ടായാലും തിരക്കേടില്ല. തെറ്റാണ്. കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കും. ഒരു കുറ്റവാളിയെയും രക്ഷപ്പെടാൻ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് അനുവദിക്കില്ല. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കോളേജ് ക്യാമ്പസിന് മുന്നിൽ KSUവും ABVPയും പ്രതിഷേധ സമരം തുടങ്ങി. 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കുമെന്നുള്ള വാർത്ത അല്പസമയം മുൻപാണ് വന്നത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. അതേസമയം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ KSU ആഹ്വാനം ചെയ്തു. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നാളെ KSU പന്തം കൊളുത്തി പ്രതിഷേധിക്കും. പൂക്കോട് സർവകലാശാലയ്ക്ക് മുൻപിൽ നിന്ന് അരുൺ പാറക്കൽ ഇപ്പോൾ തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, അങ്ങനെ സമരം ശക്തമാകുന്ന ഒരു ഭാഗത്ത് പ്രത്യേക സംഘം വരണമെന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ, അരുൺ? ഉന്മേഷ്, ഏറ്റവും പുതുതായി വന്ന വിവരമനുസരിച്ച് മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ മുഴുവൻ പ്രതികളെയും, കുറ്റക്കാരായ മുഴുവൻ പ്രതികളെയും ഉടൻ തന്നെ പിടികൂടണമെന്ന് മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിയെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ സമരം ശക്തമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാളെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പന്തം കൊളുത്തി പ്രകടനം നടത്താനാണ് KSUവിൻ്റെ തീരുമാനമുള്ളത്. മാത്രമല്ല, മാർച്ച് 4-ന്
KSU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തുന്നതിന് വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. KSU ഇന്ന് മുതൽ സമരം ആരംഭിച്ചിട്ടുണ്ട്. അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്കാണ് KSU കടന്നിരിക്കുന്നത്. ഒപ്പം ABVP ഉണ്ട്. ABVP 24 മണിക്കൂർ ഉപവാസ സമരം ഇന്ന് 3 മണിയോടുകൂടി ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം വ്യാപിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ABVP ഉള്ളത്. ഈ മരിച്ച സിദ്ധാർത്ഥിന്റെ രക്ഷിതാക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിക്കാൻ ABVP നേതാക്കൾ തയ്യാറെടുക്കുന്നുണ്ട്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ശക്തമായ സമരത്തിലേക്ക് കടക്കുന്നു എന്നതാണ് നമുക്ക് സർവകലാശാലയ്ക്ക് മുന്നിൽ നിന്ന് പറയാനുള്ളത്. ഒപ്പം ഇന്ന് ഒരു പ്രധാന പ്രതി കൂടി, അതായത് ഈ കേസിലെ പ്രതിപട്ടികയിലുള്ള 1-ാം പ്രതി അറസ്റ്റിലായിരിക്കുന്നു. അഖിൽ എന്നാണ് പേര്, പാലക്കാട് സ്വദേശിയാണ്. കൃത്യമായ ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നു. ഒരു ക്രിമിനൽ ഗൂഢാലോചനയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിന്റെ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. നിലവിൽ പോലീസ് ഗൂഢാലോചന, റാഗിംഗ് തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയതെങ്കിലും ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തണോ എന്ന കാര്യത്തിൽ പോലീസ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. സംശയമുള്ള പ്രതികളെ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയാണെങ്കിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ഈ പ്രതികൾക്കെതിരെ ചുമത്തുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. 18 പ്രതികളുടെ കേസിൽ നിലവിൽ 7 പേരെ പോലീസ് ഇതോടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയും ക്യാമ്പസ് യൂണിയൻ പ്രസിഡന്റും ഉൾപ്പെടെ 11 പേരെ കൂടി പോലീസ് പിടികൂടാനുണ്ട്. കൽപ്പറ്റ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 20-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഇപ്പോഴും വ്യാപിക്കുകയാണ്. ഉന്മേഷ്. അരുൺ പാറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ വാർത്ത കാണുന്ന പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ജോസ്വിൻ ജോസഫ് പറയുന്നു, കോളേജിൽ രാഷ്ട്രീയം നിർത്തണം, റാഗിംഗുകാരെ ഇനി മുന്നോട്ട് പഠിക്കാൻ അനുവദിക്കരുത് എന്നാണ് പറയുന്നത്. സഞ്ജുലാൽ പറയുന്നു, കോളേജുകളിൽ രാഷ്ട്രീയം വേണ്ട. ഇത്തരത്തിൽ ചില വിദ്യാർത്ഥി സംഘടനകളിലെ ചില പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുമ്പോഴാണ് അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നതും അത് രാഷ്ട്രീയത്തിനെതിരായ പൊതുനിലപാടായി മാറുന്നതും പ്രേക്ഷകരുടെ അടക്കം ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ പ്രതികരണങ്ങൾ ഉയരുന്നു.